ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ടൈം വേർഡ്സ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ഓഫ് ടൈം. അതിൽ ഇൻ, ഓൺ, എറ്റ്. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇൻ, ഓൺ, എറ്റ് ഒക്കെ വരുന്ന അണ്ടറൊക്കെ വരുന്നതാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇൻ ജൂലൈ, അതായത് ജൂലൈ എന്ന് പറയും മാസത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്നാണ് അവിടെ വരിക. പിന്നെ ഇയറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇന്നാണ് വരിക. പിന്നെ എപ്പോഴാണ് ഓൺ ഉപയോഗിക്കുക നമ്മൾ? ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഇതൊക്കെ ഓണാണ് വരിക. പിന്നെ ഡേറ്റിൻ്റെ കൂടെ മാസം കൂടി കൂട്ടി പറയുമ്പം ഓണാണ് വരിക. അതായത് ഓൺ 14th ഫെബ്രുവരി, ഓൺ 1st ജാനുവരി, ഇതൊക്കെ പറയുമ്പോൾ ഓൺ 1st മാർച്ച്, ഓൺ 8th മാർച്ച്, ഇതൊക്കെ പറയുമ്പോൾ ഓണാണ് വരിക. പിന്നെ സമയം പറയുമ്പം എറ്റാണ് വരിക. at 7 PM, at 7 AM, at 9 AM, at 8 AM, at 10 PM, at 10 AM, ഇതൊക്കെ വരുമ്പോൾ എറ്റാണ് വരിക. സമയം വരുമ്പോൾ എറ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. ഇന്ന് വരിക മാസം പറയുമ്പം, ഇയർ പറയുമ്പം. ഓൺ വരിക ഓൺ ഡേറ്റും മാസം കൂടി കൂട്ടി പറയുമ്പം ഓൺ വരും. അല്ലെങ്കിൽ ഓൺ സൺഡേ ഡേയ്സ് പറയുമ്പം ഓൺ വരും. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഒക്കെ പറയുമ്പോൾ ഓണാണ് വരിക. പിന്നെ ടുഡേ, ടുമാറോ, യെസ്റ്റർഡേ ഒക്കെ വരുമ്പം ഇന്നും ഓണും എറ്റും ഉപയോഗിക്കില്ല. ടുഡേ, ടുമാറോ, യെസ്റ്റർഡേ വരുമ്പോൾ ഇൻ, ഓൺ, എറ്റ് ഉപയോഗിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, ഷീ മെഡിറ്റേറ്റ്സ് അറ്റ് 4 AM. ബി, ഷീ മെഡിറ്റേറ്റ്സ് ഇൻ 4 AM. അപ്പോൾ എറ്റ് സമയമാണ് കാണിച്ചത്. അപ്പോൾ സമയത്തിന് ഞാൻ എന്താ പറഞ്ഞതെന്ന്? എറ്റ് വരണം, എറ്റ് ഉപയോഗിക്കണം. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. പ്രപ്പോസിഷൻ ഓഫ് ടൈം കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക. ദേ എക്സസൈസ് അറ്റ് സാറ്റർഡേ. ഓപ്ഷൻ ബി, ദേ എക്സസൈസ് ഓൺ സാറ്റർഡേ. അപ്പോൾ ഡേയ്സ് വരുമ്പം ഓണാണ് വരിക. ദേ എക്സസൈസ് ഓൺ സാറ്റർഡേ എന്ന് വരും. പ്രപ്പോസിഷൻ ഓഫ് ടൈം കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, he will run tomorrow. B, second option, B, he will run on tomorrow. അപ്പോൾ ടുമാറോ, യെസ്റ്റർഡേ, ടുമാറോ, ടുഡേ എന്നൊക്കെ വരുമ്പോൾ ഇന്ന് ഓൺ അറ്റ് ഉപയോഗിക്കില്ല. അപ്പോൾ അവിടെ ഓണിൻ്റെ, ഓണിൻ്റെ, അറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസ് ഓപ്ഷൻ ഏതാണുള്ളത്? ഫസ്റ്റ് ഓപ്ഷനാണുള്ളത്. he will run tomorrow. ഓക്കെ. പ്രപ്പോസിഷൻ ഓഫ് ടൈം കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, വി മാരീഡ് അറ്റ് 2015. ഓപ്ഷൻ ബി, വി മാരീഡ് ഇൻ 2015. അതായത് കൊല്ലം പറയുമ്പം, ഇയർ പറയുമ്പം ഇന്നാണ് വരിക. ഇൻ 2015 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻസ് മലയാളം തന്നിട്ടുണ്ടാവും, ആൻസർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ 7 AM മെഡിറ്റേറ്റ് ചെയ്യും. അതിങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ മെഡിറ്റേറ്റ് അറ്റ് 7 AM. എറ്റാണ് ഇവിടെ വരിക, സമയമല്ലേ? അപ്പോൾ എറ്റ് വരണം, എറ്റ് ഉപയോഗിക്കണം. അവൾ സാറ്റർഡേയിൽ ഫിനിഷ് ചെയ്യും. ഷീ വിൽ ഫിനിഷ് ഓൺ സാറ്റർഡേ. ഓൺ, അവിടെ സാറ്റർഡേ, സൺഡേ എന്നൊക്കെ പറയുമ്പോൾ ഓണാണ് വരിക. 7th ക്വസ്റ്റ്യൻ, അവൻ 12 ജൂണിന് വരും. ഹീ വിൽ കം ഓൺ 12th ജൂൺ. ഓക്കെ. ഓൺ 12th ജൂൺ, ഡേയ്സും അല്ല മാസും ഡേറ്റും കൂടി കൂട്ടി വരുമ്പോൾ ഓണാണ് വരിക. അവൻ 2 PM കഴിക്കും. അവർ 2 PM കഴിക്കും. ദേ വിൽ ഈറ്റ് ഓൺ അറ്റ് 2 PM. ദേ വിൽ ഈറ്റ് അറ്റ് 2 PM. സമയമല്ലേ? അപ്പോൾ എറ്റ് ഉപയോഗിക്കണം. നമ്മൾ ഏപ്രിലിൽ ട്രാവൽ ചെയ്യുന്നു. വി വിൽ ട്രാവൽ ഇൻ ഏപ്രിൽ. വി ട്രാവൽ ഇൻ ഏപ്രിൽ. മാസം വരുമ്പം ഇന്നാണ് വരിക. നിങ്ങൾ നാളെ എഴുന്നേൽക്കും. യു വിൽ വേക്കപ്പ് ടുമോറോ. അവിടെ ഇന്നിൻ്റെ, ഓണിൻ്റെ, എറ്റിൻ്റെ ആവശ്യമില്ല. ടുമോറോ, യെസ്റ്റർഡേ, ടുഡേ എന്നൊക്കെ വരുമ്പോൾ ഇന്നിൻ്റെ, ഓണിൻ്റെ, എറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം യു വിൽ വേക്കപ്പ് ടുമോറോ. നിങ്ങൾ നാളെ എഴുന്നേൽക്കും. അതല്ലേ നമ്മൾ പറഞ്ഞല്ലേ? സോറി. ഞാൻ രാവിലെ 6 മണിക്ക് പ്രാർത്ഥിക്കും. ഐ വിൽ പ്രേ അറ്റ് 6 AM. സമയം വരുമ്പോൾ എറ്റാണ് വരിക. അവൾ ഫ്രൈഡേ ഡാൻസ് ചെയ്യും. ഷീ വിൽ ഡാൻസ് ഓൺ ഫ്രൈഡേ.
മാസം ഡേയ്സ് വരുമ്പം ഓണാണ് വരിക. അവൻ ഉച്ചയ്ക്ക് 12 മണിക്ക് വിശ്രമിക്കും. ഹി വിൽ ടേക്ക് റെസ്റ്റ് അറ്റ് 12 PM. സമയത്ത് വരുമ്പോൾ അറ്റ് എന്ന് ഉപയോഗിക്കണം. അവർ മെയിൽ വർക്ക് ചെയ്യും. ദേ വിൽ വർക്ക് ഇൻ മെയ്. നമ്മൾ മൺഡേ വരും. വി വിൽ കം ഓൺ മൺഡേ. ഡേയ്സ് വരുമ്പോൾ ഓണാണ് വരിക. മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഓണാണ് വരിക. ഞാൻ രാത്രി 9 മണിക്ക് പഠിക്കും. ഐ വിൽ സ്റ്റഡി അറ്റ് 9 PM. സമയം വരുമ്പോൾ അറ്റ്. അവൾ 2027 ട്രാവൽ ചെയ്യും. ഷി വിൽ ട്രാവൽ ഇൻ 2027. കൊല്ലം വരുമ്പോൾ ഇന്ന് വരണം. അവൻ നാളെ പെയിൻറ്റ് ചെയ്യും. ഹി വിൽ പെയിൻറ്റ് ടുമാറോ. കണ്ടോ, ടുമാറോ എന്ന് വരുമ്പം ടുമാറോ, ടുഡേ, യെസ്റ്റർഡേ എന്ന് വരുമ്പം ഇന്ന് ഓൺ അറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അവർ May 13th ഗ്യാദർ ചെയ്യും. ദേ വിൽ ഗ്യാദർ ഓൺ May 13th. മാസവും ഡേറ്റും കൂടി വരുമ്പോൾ ഓണാണ് ഉപയോഗിക്കുക. ഞാൻ വൈകുന്നേരം 5 മണിക്ക് നടന്നു. ഐ വാക്ക്ഡ് അറ്റ് 5 PM. സമയം വരുമ്പോൾ അറ്റ്. പിന്നെ അവിടെ ബില്ല് ഉപയോഗിക്കേണ്ട കാര്യമില്ല, പാസ്റ്റ് ടെൻസിലാണ്, നടന്നു എന്നല്ല പറയുന്നത്. പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം വാക്ക്ഡ്. പിന്നെ സമയം അതിനുകൊണ്ട് അറ്റും വരണം. ഐ വാക്ക്ഡ് അറ്റ് 5 PM. വാട്ട് ടൈം ഡു യു യൂഷ്വലി ഈറ്റ് ലഞ്ച്? ഐ വിൽ ഈറ്റ് ലഞ്ച് അറ്റ് 1 PM. അവിടെ സമയം അതിനുകൊണ്ട് അറ്റ്. വിച്ച് മന്ത് ഡു യു ട്രാവൽ നെക്സ്റ്റ്? ഐ വിൽ ട്രാവൽ ഇൻ സെപ്റ്റംബർ. മാസം അതിനുകൊണ്ട് ഇന്ന് വരണം. വിച്ച് ഇയർ ഡിഡ് യു ഗ്രാജുവേറ്റ് ഫ്രം കോളേജ്? ഐ ഹാഡ് ഗ്രാജുവേറ്റഡ് ഇൻ 2018. കൊല്ലം അതിനുകൊണ്ട് ഇന്ന് വരണം. വിച്ച് മന്ത് ഈസ് റിപ്പബ്ലിക് ഡേ? റിപ്പബ്ലിക് ഡേ ഈസ് ഇൻ ജാനുവരി. മാസം വരുമ്പം ഇന്ന് വരണം. വാട്ട് ടൈം ഡു യു ജനറലി ഈറ്റ് ഡിന്നർ? ഐ വിൽ ഈറ്റ് ഡിന്നർ അറ്റ് 9:30 PM. സമയം വരുമ്പോൾ അറ്റ്. വിച്ച് ഇയർ ഡിഡ് യു ലാസ്റ്റ് ട്രാവൽ സംവർ? ഐ ഹാഡ് ട്രാവൽഡ് ഇൻ 2023. കൊല്ലം വരുമ്പോൾ ഇന്ന് വരണം. വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ ഇൻ? മൈ ബർത്ത്ഡേ ഈസ് ഇൻ ജാനുവരി. മാസം വരുമ്പോൾ ഇന്ന് വരണം. വാട്ട് ഡേറ്റ് ഈസ് ന്യൂ ഇയർ ഓൺ? ന്യൂ ഇയർ ഈസ് ഓൺ 1st January. ഡേറ്റാണ് ചോദിച്ചത്. അപ്പോൾ ഓണാണ് ശരിക്കും വരേണ്ടത്. സോറി. ന്യൂ ഇയർ ഈസ് ഓൺ 1st January എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഏത് ഫസ്റ്റ് എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ 1st January, ന്യൂ ഇയർ 1st January അല്ലേ ഉണ്ടാവുക. അപ്പം ന്യൂ ഇയർ ഈസ് ഓൺ 1st January എന്ന് പറഞ്ഞാൽ മതി. വാട്ട് ടൈം വിൽ യു സ്ലീപ്പ് ടുഡേ? ഐ വിൽ സ്ലീപ്പ് ടുഡേ അറ്റ് 10:30 PM. സമയം വരുമ്പോൾ അറ്റ് വരണം. വാട്ട് ടൈം വിൽ യു വേക്ക് അപ്പ് ടുമോറോ? ഐ വിൽ വേക്ക് അപ്പ് അറ്റ് 7 AM. സമയം വരുമ്പോൾ അറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് പ്രപ്പോസിഷൻ ഓഫ് ടൈം. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലും പ്രപ്പോസിഷൻ ഓഫ് ടൈം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ നോൺ അറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതതിൻ്റെ പ്രാക്ടീസ് നമ്പർ 2 ക്വസ്റ്റ്യൻ ആണ്, സെറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു ഭാഗം നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഭാഗം നിങ്ങൾ തറവാണെന്ന് വിചാരിക്കുന്നു, ഈ ഭാഗം തറവായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് ബൈ.